ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു വിനീതനായി. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശത്തെ ഒരു പ്രധാന പട്ടണമാണ് കാഞ്ഞിരപ്പള്ളി. മലനാടിന്റെ റാണി എന്നാണ് കാഞ്ഞിരപ്പള്ളി എന്ന പ്രദേശം ഇന്നും അറിയപ്പെടുക. കാഞ്ഞിരപ്പള്ളി കടമപ്പുഴ കുടുംബാംഗമായ KK എബ്രാഹാം മറീന ദമ്പതികളുടെ മകളാണ് സിസിലി. കുട്ടിക്കാലം മുതൽ ഈശോയോടൊപ്പം പ്രാർത്ഥിച്ചും പാടിയും നടന്നിരുന്ന സിസിലി ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങൾക്കും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾക്കും വേണ്ടി പാടുകയും പിന്നീട് ഈശോയ്ക്ക് വേണ്ടി മാത്രം പാടാൻ തീരുമാനിച്ചുറച്ച മനസ്സുമായി ഇന്നും ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്ത് സജീവമാണ് സിസിലി എബ്രാഹാം. തന്റെ ദൈവാനുഭവം സിസിലി എബ്രാഹാം പ്രേക്ഷക സമക്ഷം പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. ഞാൻ ജനിക്കുന്നത് കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കടമപ്പുഴ എന്നാണ് എൻ്റെ കുടുംബ പേര്, ഞങ്ങളുടെ ഫാമിലി നെയിം. ഞാൻ എന്നും വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ആ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ വിളിച്ചു എന്ന് പറയുന്നത്. വളരെ ലവിങ് ആയിട്ടുള്ള കുറേ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലേക്കാണ് ഞാൻ ജനിച്ചു വീഴുന്നത്. സോ ഈ കടമപ്പുഴ ഫാമിലി എന്ന് പറയുമ്പം എൻ്റെ ഫാദറിൻ്റെ പേര് KK എബ്രഹാം, മദറിൻ്റെ പേര് മെറീന. അതിൽ ആദ്യത്തെ മെമ്പറാണ് ഞാൻ, ആദ്യത്തെ ആളാണ് ഞാൻ. സോ ഞങ്ങൾ രണ്ടുപേരാണ്, എനിക്കൊരു ബ്രദറും കൂടി ഉണ്ട്. ഞാൻ ജനിച്ചതിന് 7 വർഷത്തിന് ശേഷമാണ് എൻ്റെ അനിയൻ ഉണ്ടാവുന്നത്. അവൻ്റെ പേര് ആൻ്റണി എന്നാണ്. അവരിപ്പോൾ ബാംഗ്ലൂരിൽ താമസിക്കുന്നു. സോ ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. പക്ഷേ എൻ്റെ കാഞ്ഞിരപ്പള്ളി എൻ്റെ കുടുംബത്തിനെ പറ്റി പറയുമ്പം ഡെഫിനറ്റ്ലി ഞാൻ എടുത്തു പറയേണ്ട കുറച്ച് പേരുകൾ വേറെയുണ്ട്. അതെൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ പേരുകളാണ്. ഞാൻ അവരെ ചാച്ചാച്ചനും അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അവരുടെ ഒരു എഫേർട്ട് ഭയങ്കരമായിട്ടുമുണ്ട്. ഇന്നും ഞങ്ങളുടെ കുടുംബത്തിനെ താങ്ങി നിർത്തുന്നത് അവർ രണ്ടുപേരും എല്ലാ രീതിയിലും എടുത്ത ഒരു എഫേർട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ്. അപ്പം ഞങ്ങൾ അവധി സമയത്ത് ഞങ്ങളെല്ലാവരും കാഞ്ഞിരപ്പള്ളിയിൽ ആ ഒരു തറവാട്ടിൽ വന്ന് ഒത്തുചേരും. ആ സമയത്ത് കളിയും ബഹളവും ഒക്കെയാണ് ഞങ്ങളുടെ മനസ്സിൽ. പക്ഷേ എല്ലാ ദിവസവും രാവിലെ അമ്മച്ചി ഞങ്ങളെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് രാവിലെ പള്ളി കൊണ്ടുപോകും. അപ്പം ആ സമയത്തൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. എന്തിനാണ് ഈ അമ്മച്ചി നമ്മളെ രാവിലെ എണീപ്പിച്ച് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ വിചാരിക്കും. ബിക്കോസ് അത് കുഞ്ഞല്ലേ, അപ്പോൾ നമുക്ക് അത്രയല്ലേ ഉള്ളൂ. സോ ഇന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ട്രയലോ സഫറിങ്ങോ ഒക്കെ വരുമ്പം നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഈശോയുടെ മുഖം എത്തുന്നത് അന്ന് അമ്മച്ചി പറഞ്ഞു തന്ന ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. രാവിലെ ഞങ്ങൾ പല്ല് തേച്ച് കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ ലൈനായിട്ട് ക്യൂ ആയിട്ട് അമ്മച്ചിയുടെ മുമ്പിൽ നിൽക്കും. എന്തിനാണെന്നറിയോ? അമ്മച്ചി ഓരോരുത്തരെടുത്ത് മടിയിൽ ഇരുത്തി കുരിശ് വരപ്പിച്ച് ഒരു ചെറിയ പ്രെയർ പറഞ്ഞിട്ട് ഓരോരുത്തരെ താഴോട്ട് ഇറക്കും. അപ്പം നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരിശുവര കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കളിക്കാൻ പോകാനായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ ക്യൂവിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നിൽക്കും. ഇന്നും ഞങ്ങളുടെ മെമ്മറിയിൽ ഞങ്ങൾ ഗെറ്റ് ടുഗെദറൊക്കെ വരുമ്പോൾ കസിൻസിനിടയിൽ ഞങ്ങൾ ഇന്നും അത് ഷെയർ ചെയ്യാറുണ്ട്. അന്നത്തെ ആ ക്യൂവിൽ നിൽപ്പും രാവിലെ ഉള്ള പള്ളി പോക്കും. അമ്മച്ചി എന്ത് പറഞ്ഞാലും അമ്മച്ചി അവസാനം അത് ഈശോയിലോട്ട് കണക്ട് ചെയ്യും. നമ്മൾ എന്ത് കാര്യത്തിൽ കണ്ടു, ഈശോ നമുക്ക് വേണ്ടി മരിച്ചില്ലേ, ഈശോ ഇത്രയും പീഡ സഹിച്ചല്ലേ നമുക്ക് വേണ്ടി മരിച്ചു, അപ്പം നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടുണ്ടോ, ഇങ്ങനെ എന്ത് കാര്യം വന്നാലും ഷീ വിൽ കണക്ട് ടു ഈശോ. അപ്പം നമുക്കാണെങ്കിലും എന്തുണ്ടെങ്കിലും എന്ത് പ്രയാസം വന്നാലും ഈശോ ഉണ്ട് നമുക്ക് വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് കൊച്ചിലെ, ചാച്ചാച്ചനെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പ് മരിച്ചുപോയ ആളാണ്. പക്ഷെ അമ്മച്ചിയിലൂടെ ഇവർ രണ്ടുപേരും ഒരുപാട് എഫേർട്ടും എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു കുടുംബം ഇപ്പം നിൽക്കുന്ന പോലെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളെല്ലാവരും വളരെ ലവിങ് ആയിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും വി ലുക്ക് ഫോർവേഡ് ആ ഒരു ഗെറ്റ് ടുഗെദറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്നതിനെ പറ്റിയോ ഒക്കെയാണ് ഞങ്ങളുടെ ചിന്തകളും തോട്ടും എല്ലാം. പിന്നീട്
ആദ്യം ഞങ്ങൾ ഫാദറിന് എറണാകുളത്താണ് ജോലി. അപ്പം ഞങ്ങൾ അവിടെയായിരുന്നു, എറണാകുളത്താണ് കുറേ നാൾ താമസിച്ചിരുന്നത്. എൻ്റെ എനിക്ക് തോന്നുന്നു LKG UKG മുതൽ ഒരു 10th സ്റ്റാൻഡേർഡ് വരെയും ഞങ്ങൾ എറണാകുളത്തായിരുന്നു. സോ എൻ്റെ വീട്ടിൽ പാട്ട് പാടുക എന്ന് പറയുന്ന ഒരു പുതിയൊരു കാര്യമല്ല, ബിക്കോസ് എല്ലാവരും പാട്ട് പാടും. സോ എൻ്റെ ചുറ്റുമുള്ളപ്പം എല്ലാവരും നമ്മളിപ്പോൾ എറണാകുളത്തൊക്കെ പോകുമ്പോഴാണ് മോള് ബ്ലെസ്ഡ് ആണല്ലോ, മോൾക്ക് പാട്ട് പാടാനൊരു കഴിവുണ്ടല്ലോ. അപ്പം എൻ്റെ ഒരു ചിന്തയിൽ എല്ലാവരും, എൻ്റെ ചുറ്റിനുള്ള എല്ലാവരും പാട്ട് പാടുന്നുണ്ട്. സോ ഇതിനൊരു ഭയങ്കര വലിയൊരു സംഭവമായിട്ട് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. എല്ലാവരും, എൻ്റെ ഗ്രാൻഡ് മദർ മുതൽ എൻ്റെ കസിൻസ്, പക്ഷെ ആർക്കും ഇങ്ങനെ എന്താ പറയുക, ഒരു ട്രെയിനിങ്ങോ അങ്ങനത്തെ രീതിയിലൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ അച്ഛയാണ് അതിന്, എൻ്റെ ഫാദർ, ഞാൻ അച്ഛാന്നാണ് വിളിക്കുന്നത്. സോ അച്ഛയാണ് അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് എനിക്ക് കൊച്ചിലെ മുതൽ എന്ന് വെച്ചാൽ എനിക്ക് പാട്ട് പാടി തുടങ്ങുന്ന ആ ഒരു സമയം മുതലേ ഒരു ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ തൊട്ടേ എനിക്കൊരു ട്രെയിനിങ് തരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി എനിക്ക് കൊച്ചിലെ മുതൽ ക്ലാസിക്കൽ കർണാട്ടിക് ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് ലഭിച്ച് എൻ്റെ ഫാമിലിയിൽ എനിക്കൊന്ന് വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. സോ അതെന്നെ പിന്നീട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് പാട്ട് പാടാൻ ഈ ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. സോ അതും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ കേട്ടിട്ടുള്ളതാണ്, അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതായത് ഈ വർത്താനം തുടങ്ങുന്ന ആ സമയത്ത് ഞാൻ ട്യൂൺ ഇങ്ങനെ മൂളുമായിരുന്നു, ലൈക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഹമ്മിങ് പോലെയൊക്കെ ഇങ്ങനെ പാടും. സോ ആ സമയത്ത് ഇങ്ങനെ ഒരു സ്ലാങ് ഉണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു ട്യൂണുണ്ട്, ട്യൂണിലൂടെയാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സോ ആ ഒരു പ്രായം തൊട്ടേ, പിന്നെ നമ്മൾ അന്നൊക്കെ റേഡിയോ ആണ് കൂടുതൽ, പിന്നെ കാസറ്റ് പ്ലെയർ ആണ്. അപ്പോൾ കാസറ്റ്സ് ഇട്ടിട്ട് പാട്ട് പ്ലേ ചെയ്യും വീട്ടിൽ. അപ്പോൾ അത് ഇങ്ങനെ മനസ്സിലിങ്ങനെ കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ ആ കേട്ട പാട്ട് ഇങ്ങനെ പാടും. സോ അപ്പം ആരും എന്നെ പഠിപ്പിച്ചു തന്നിട്ടോ എനിക്ക് വായിക്കാൻ അറിയുന്നതിനൊക്കെ മുൻപ് തൊട്ടേ നമ്മൾ ഈ പാട്ട് കേട്ട് ആ വേർഡ്സ് ഒക്കെ മെമ്മറിയിലായിട്ട് നമ്മൾ ആ പാട്ട് ഇങ്ങനെ പാടും. സോ ഇങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായത് എനിക്ക് പാട്ടിനോടൊരു ടേസ്റ്റ് ഉണ്ടെന്ന്. സോ അങ്ങനെ എനിക്ക് ട്രെയിനിങ് തരാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഞങ്ങൾ പോകുന്ന ചേർച്ചിൽ എന്നെ ക്വയറിൽ ചേർത്തായിരുന്നു. സോ അന്ന് തൊട്ടാണ് നമുക്ക് ഈ മൈക്കിലൊക്കെ പാടി അല്ലെങ്കിൽ ഈശോയുടെ മുമ്പിൽ പാട്ടൊക്കെ പാടാനുള്ള ഒരു ട്രെയിനിങ് കൊച്ചിലെ മുതൽ എറണാകുളത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 10th വരെ എറണാകുളത്തായിരുന്നു. പക്ഷേ 10th ശേഷമാണ് ഞാൻ കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറുന്നത്. കാരണം എൻ്റെ ഫാദറിന് ട്രാൻസ്ഫർ കിട്ടി ജോലി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലോട്ട് കുറച്ചും കൂടെ അടുത്ത് കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നത്. കോട്ടയത്തിന് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ ട്വിസ്റ്റുകൾ എൻ്റെ ജീവിതത്തിൽ നടന്നത് കോട്ടയത്തിന് വന്നതിന് ശേഷമാണ്. സോ എറണാകുളം വരെ ഞാൻ പഠിച്ചതൊരു നോൺ ക്രിസ്ത്യൻ സ്കൂളിലാണ്. പക്ഷെ കോട്ടയത്തിന് വന്നതിന് ശേഷം ഞാൻ ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂൾസിലും കോളേജസിലുമാണ് ഞാൻ പഠിച്ചതൊക്കെ. അത് തന്നെ എനിക്ക് ഭയങ്കരമായ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ ചാപ്പലിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നു, വീണ്ടും ഇറങ്ങാൻ നേരത്ത് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും. ഈ ഒരു അറ്റ്മോസ്ഫിയർ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായൊരു പോസിറ്റിവിറ്റി എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഈശോയോട് കൂടുതൽ അടുക്കാനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചതാണ്. ആൻഡ് അവർ തരുന്ന നമുക്കൊരു സപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഞാൻ ഗിരിദീപം സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം BCM കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്.
ബെസീലിയസ് കോളേജിലും പഠിച്ചിട്ടുണ്ട്, ഇവിടെ കോട്ടയത്ത് തന്നെ. അത് PG ആണ്. അപ്പോൾ BCMൽ പഠിച്ച ആ കാലഘട്ടത്തിലാണ് ഞാൻ ഫിലിമിൽ പാടാനായിട്ട് തുടങ്ങിയത്. അതെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഡ്രീമിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒരു സിനിമയിലൊക്കെ പാടുക, അല്ലെങ്കിൽ ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുക എന്നൊക്കെ പറയുന്നത്. ഞാൻ ചർച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് അന്നും കൊച്ചിലെ എങ്ങനെ പാടി തുടങ്ങിയോ അതുപോലെ തന്നെ ഇവിടെ കോട്ടയത്ത് വന്നിട്ടും ചർച്ചിൽ പാടുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഒരു റുട്ടീൻ. എനിക്ക് കൊച്ചിലെ ഒരു വലിയൊരു ഡ്രീമോ അല്ലെങ്കിൽ ഇന്ന ആളാവണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം അങ്ങനെ ഒരു ഡ്രീം ഉള്ള ഒരാളേ അല്ലായിരുന്നു. സോ ഐ തിങ്ക് ഗോഡ് ഹാഡ് എ ഡ്രീം ഫോർ മീ. എനിക്കൊരു വഴി തെളിച്ച് തന്ന ഞാൻ ആ വഴി കൂടെ ഇങ്ങനെ ഒന്ന് സഞ്ചരിച്ചാൽ മാത്രം മതിയായിരുന്നു. ഈശോ എനിക്ക് വഴി തെളിച്ച് തരുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. BCM പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഗോൾഡൻ ജൂബിലി ഫംഗ്ഷൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ചെന്ന വർഷം തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ ഡാൻസ്, പാട്ട് ഇതൊക്കെ ഉള്ള ആൾക്കാരെ അവർ കണ്ടുപിടിച്ച് അവരെ കുറച്ചും കൂടി എന്താ പറയുക പഠിത്തത്തെക്കാളും ഇമ്പോർട്ടൻസ് തന്ന് നമുക്ക് ആ ജൂബിലി വർഷം ആയതുകൊണ്ട് ഒരു സെലിബ്രേഷൻ ഇയർ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അപ്പം ആ സമയത്താണ് ഞങ്ങളെല്ലാവരും ചെന്നത്. ഒരു സുവർണ വർഷമായിരുന്നു ആക്ച്വലി പറയാനാണെങ്കിൽ. അപ്പം അങ്ങനെ ഞാൻ അതിലൊരു പ്രോഗ്രാമായ മാർഗം കളി, BCMലെ മാർഗം കളി ഭയങ്കര ഫേമസ് ആണ്. സോ ആ മാർഗം കളി ടീമിൽ പാട്ട് പാടാനായിട്ട് എന്നെയാണ് സെലക്ട് ചെയ്തിരുന്നത്. സോ അങ്ങനെ സെലക്ഷൻ കിട്ടി. ഞാൻ ആ പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നു ഒരു 3-4 ഡേയ്സ് അതുവരെ എല്ലാ പ്രാക്ടീസും ഒക്കെ ചെയ്തിരുന്ന ഞാൻ 3-4 ഡേയ്സിന് മുൻപേ എനിക്കൊരു കോള് കിട്ടുകയാണ്. അതായത് കൊച്ചിലെ എൻ്റെ വോയിസ് ഒരു ഓഡിഷൻ, വിദ്യാസാഗർ എന്ന് പറഞ്ഞ സാറ്, മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ സാർ, അദ്ദേഹം എൻ്റെ കൊച്ചിലെ എറണാകുളത്ത് വെച്ച് എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. സോ അദ്ദേഹം എന്നെ ആ ശബ്ദം അന്ന് കേട്ടതിന് ശേഷം എന്നെ ഒരു ഓഡിഷന് വിളിച്ചതാണ്. ഒരു ഫിലിമിന് ഓഡിഷന് വേണ്ടിയിട്ട്, ഫിലിമിന് പാടാനായിട്ടല്ല പക്ഷെ ഒരു ചെറിയ ഓഡിഷന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വിളിച്ചു. അത് ഈ പ്രോഗ്രാമിന് ഒരു 4 ഡേയ്സിന് മുന്നെയാണ് എന്നെ വിളിക്കുന്നത്. സോ അപ്പോൾ ഞാനിങ്ങനെ പ്രിൻസിപ്പളായിട്ടുള്ള അന്ന് സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ എനിക്കിങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, പ്രോഗ്രാമും ഉണ്ട്, എല്ലാ പ്രാക്ടീസും എല്ലാം കഴിഞ്ഞു, എനിക്കറിയാം ലാസ്റ്റ് മിനിറ്റ് ആണെന്ന്, ഞാൻ എന്താ ചെയ്യേണ്ടത്. സോ സിസ്റ്റർ പറഞ്ഞു, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ഞാനായിട്ട് അതിന് വേണ്ടാന്ന് പറയുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് റെക്കോർഡ് ചെയ്യൂ, എൻ്റെ വോയിസിൽ റെക്കോർഡ് ചെയ്തിട്ട് അന്ന് നമുക്ക് ഒരാളെ കൊണ്ട് ലിപ് സിങ്ക് ചെയ്യാം, എന്നിട്ട് മോള് പോയി ആ ഓഡിഷനിൽ പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞു. സോ അത്ര സപ്പോർട്ടീവായിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല വേറെ ഏത് പ്രിൻസിപ്പളായിരുന്നെങ്കിലും അന്ന് നമ്മളെ അത്രയും വലിയൊരു ഫംഗ്ഷൻ അവിടെ നടക്കുമ്പോൾ അതിന് ഇത് വരാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തത് ആ പ്രിൻസിപ്പളിൻ്റെ കാരണമാണ് എന്നെ അങ്ങനെ വിട്ടത്. സോ അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നു. സോ അച്ഛയും കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു, കാരണം നമ്മളെപ്പോലെ കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്ക് സിനിമ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു പാരമ്പര്യമൊന്നുമില്ല, ആരും ഈ ഫീൽഡിൽ വന്നിട്ടില്ല. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലോട്ടൊക്കെ ഫിലിം എന്നൊക്കെ പറയുമ്പോൾ അതിലോട്ടൊക്കെ പോകുന്ന ഒക്കെ എങ്ങനെയാണ്, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛ സൈഡ് ഇങ്ങോട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, നമുക്ക് ആദ്യം കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്, നിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് നമുക്ക് ഇതൊന്ന് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നൈക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വിദ്യാസാഗർ എന്ന് പറഞ്ഞ ആ മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ടായിരിക്കാം പിന്നെ എൻ്റെ ഫാമിലിക്ക് ഒരു കോൺഫിഡൻസ് വന്നത്. നമ്മൾ കേൾക്കുന്ന പോലത്തെ ഒരു ലോകമൊന്നും അല്ല ഫിലിം. നമുക്ക് എങ്ങനെ ആവണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് നല്ല വഴിയും ചീത്ത വഴിയും ഉണ്ട്. സോ എങ്ങനെ പോകണം എന്നുള്ളത് വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. അപ്പം അതിൽ നമ്മൾ ആരും ഫോഴ്സ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടിയത് എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ഷൻ. സാർ വാസ് സോ ലവിങ്, ഭയങ്കര നല്ലൊരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. നമുക്ക് ആദ്യമായിട്ടൊരു ഓഡിഷൻ വരുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി നമ്മളെ കൂൾ ചെയ്ത് അവിടെ ആ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഓഡിഷൻ എല്ലാം കഴിഞ്ഞു. സോ ഓഡിഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഐ ലൈക്ക് ഹർ വോയിസ്. അപ്പം അതുകൊണ്ട് ഞാനൊരു പാട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കുവാണ്, ഇത് നിങ്ങൾ ഫിലിമിലാണെന്നൊന്നും വിചാരിക്കല്ലേ, ഒന്ന് ട്രയൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാട്ട് പഠിപ്പിച്ചു. അതൊരു തമിഴ് പാട്ടായിരുന്നു. അപ്പോൾ എനിക്കും അറിയത്തില്ല, ഞാൻ ഓർത്ത് സാറ് ചുമ്മാ എന്നെ ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ എന്നെ ഒരു പാട്ട്, തമിഴ് ഒരു പാട്ട് പഠിപ്പിച്ച് മൈക്കിന് മുമ്പിൽ നിന്ന് റെക്കോർഡ് ചെയ്യിപ്പിച്ച് ഏറ്റവും അവസാനമായപ്പോഴത്തേക്കിനും എൻ്റെ പേരൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ വന്നോ, നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം എന്ന് പറഞ്ഞു.
സോ ഞങ്ങളെല്ലാവരും അകത്ത് നിന്ന് നമ്മൾ ഈ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോ ഇഫക്റ്റിൽ ഒരു ഡോൾബി സിസ്റ്റത്തിൽ എൻ്റെ വോയിസ് ഒക്കെ കേൾക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഓർത്ത് ഇത് എൻ്റെ ശബ്ദം തന്നെയാണോ, ബിക്കോസ് ഭയങ്കര ലൗഡായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ വോയിസ് അങ്ങനെയൊക്കെ കേൾക്കുന്നത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയി. സോ സാറ് പറഞ്ഞു എക്സൈറ്റഡ് ആവാൻ വരട്ടെ, ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നാളെ പ്രൊഡ്യൂസറും അവരുടെ ബാനറും അവരെല്ലാവരും വന്ന് കേൾക്കും. സോ അവർക്ക് ഈ പാട്ട് വേറൊരാളെ കൊണ്ട് പാടിക്കാനാണ് ആഗ്രഹം. ലെറ്റ്സ് സി, അവർ കേട്ട് നോക്കിയിട്ട് അവർ പറയും. സോ പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം അഗൈൻ സാറ് വിളിച്ചു, സ്റ്റുഡിയോയിലേക്ക് വരാൻ പറഞ്ഞു. ഹി സെഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പ്രൊഡ്യൂസറിനും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ സോങ് നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് ഈ ഫിലിമിലേക്ക് വെക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് നമ്മൾ ആദ്യത്തെ എൻ്റെ മൂവി എന്ന് പറയുന്നത് പൊന്നിയിൻ സെൽവൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമയിലാണ് ഞാൻ ആദ്യം പാടുന്നത്. സോ വിദ്യാസാഗർ സാറിൻ്റെ തന്നെ മ്യൂസിക് ഡയറക്ഷനിലാണ് ഞാൻ പാടുന്നത്. വെണ്ണില സിറകടിക്ക എന്ന് പറഞ്ഞിട്ടൊരു സോങ് ആയിരുന്നു. സോ ആ പാട്ട് അന്ന് പാടി നമ്മൾ തിരിച്ച് കോട്ടയത്തിന് വന്നു. നമ്മുടെ ലൈഫ് ആസ് യൂഷ്വൽ ഇങ്ങനെ പോകുന്നു. കാരണം പാടിയത് തമിഴ്നാട്ടിലാണ്. ഫിലിം റിലീസ് ചെയ്തോ, ഫിലിമിൽ പാട്ടുണ്ടോ, അതെന്തായി ഒന്നും അറിയത്തില്ല. ഒരു ദിവസം ഈ പറഞ്ഞ പോലെ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരു കോള് കിട്ടുകയാണ് സാറിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ. ഹീ സൈഡ് പാട്ട് ഭയങ്കര ഹിറ്റാണ് കേട്ടോ, അവിടെ നല്ല പാട്ട്, എല്ലാവരും ഭയങ്കര അപ്രിസിയേഷനാണ്, വൈ ഡോണ്ട് യു കം ടു ചെന്നൈ എന്ന് വെച്ചു. സാറ് ചോദിച്ചു ഇങ്ങനെ സ്റ്റെല്ല ഉണ്ടല്ലോ ഇവിടെ, കോളേജൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പഠിക്കാം, വൈ ഡോണ്ട് യു കം ടു ചെന്നൈ. സൈഡ് അയ്യോ അതൊന്നും പറ്റത്തേ ഇല്ല, എൻ്റെ നാട് കേരളമാണ്, എനിക്ക് കേരളം വിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന കാര്യം പറ്റി ആലോചിക്കാനേ വയ്യ, സാർ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഇവിടുന്ന് വന്ന് പാടിക്കോളാം എന്ന് പറഞ്ഞു. സോ അങ്ങനെ കഴിഞ്ഞു, ആ പാട്ട് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ സാറ് വീണ്ടും വിളിച്ചു. അതാണ് മലയാളത്തിലെ എൻ്റെ ആദ്യത്തെ മൂവി ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞാൽ. അതിൽ 2 പാട്ടുണ്ടായിരുന്നു. അതിൽ മെയ് മാസം ജൂണോടായി എന്ന് പറഞ്ഞ പാട്ടാണ് ഏറ്റവും ഹിറ്റായ ഒരു പാട്ട്. അതിനുശേഷം സാറ് ഈ തമിഴിൻ്റെ തന്നെ തെലുങ്ക് വേർഷനിൽ പാടിപ്പിച്ചു. അപ്പം അങ്ങനെ സാറിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ എനിക്ക് ഒന്ന് ഡെബ്യൂ വാസ് ഇൻ 3 ലാംഗ്വേജസ്. ആദ്യം തമിഴ്, മലയാളം, പിന്നെ തെലുങ്ക്. അങ്ങനെ 3 ലാംഗ്വേജിൽ പാടിയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഒന്നും അറിയാതെ, ഒന്നും പ്ലാൻ ചെയ്യാതെ, ഒന്നും ഡ്രീം ചെയ്യാതെ, ഒരു ലോട്ടറി പോലെ ഈശോ എനിക്ക് തന്നൊരു ടിക്കറ്റാണ് ഈ 3 ലാംഗ്വേജസിലുള്ള പ്ലേ ബാക്ക് സിംഗിങ്.